പ്രിയമുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും പരിപാടി കഴിഞ്ഞതിന് ശേഷം പോകാൻ പാടുള്ളൂ. ബഹുമാനായ പ്രിയങ്കരായ ഒരുപാട് നേതാക്കന്മാർ അവരുടെ പ്രസംഗം കേൾക്കാനുണ്ട്. അടുത്തതായി കുറ്റപത്ര സമർപ്പണമാണ്. ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ കണ്ണൂർ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ CM ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ നഗരസഭ പിതാവ് കൂടിയായ അഡ്വക്കേറ്റ് PO മോഹൻ അവർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമാരാധനയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KM ഷാജി MLA, മുൻ MLA, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ബാലകൃഷ്ണൻ പേരിയ, IUML ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കരീം ചേലേരി, ACC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, UDF ചെയർമാൻ ശ്രീ PD മാത്യു മുതലായ വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും മറ്റ് സഹ ഘടകകക്ഷികളുടെയും നേതാക്കളെ, സുഹൃത്തുക്കളെ, സർക്കാരില്ല ഇത് കൊള്ളക്കാർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള സമര പരമ്പരകളുടെ ഭാഗമായുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് നമ്മളിന്ന് സംസ്ഥാനത്തെമ്പാടും നടപ്പാക്കുന്ന കുറ്റവിചാരണ സദസ്സിലൂടെ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്നത്. ഈ കുറ്റവിചാരണ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ, ജനങ്ങളുടെ മുമ്പാകെ ഈ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നു. കേരള സർക്കാരുകളുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുകയാണ് ജനജീവിതം. നരേന്ദ്രമോദിയും പിണറായി വിജയനും ജനദ്രോഹ നയങ്ങളിൽ ഒന്നാമതാവാൻ പരസ്പരം മത്സരിക്കുകയാണ്. ഭരണം നിശ്ചലമായ കേരളത്തിൽ സ്വന്തം പരാജയം മൂടിവെക്കാൻ മറ്റൊരു ദൂർത്തുമായി നാട് ചുറ്റാനിറങ്ങുന്ന LDF സർക്കാരിനെതിരായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും UDF സംഘടിപ്പിക്കുന്ന വിപുലമായ വിചാരണ സദസ്സിന് മുന്നിൽ ഈ കുറ്റപത്രം ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിന്റെ തുടർച്ചയായി വന്ന പിണറായി മന്ത്രിസഭയ്ക്ക് UDF സർക്കാരിന്റെ നിഴലാകാൻ പോലുമായില്ല. ഈ സർക്കാരിന്റെ കയ്യൊപ്പുള്ള ഒരു പദ്ധതി പോലും ഇന്നില്ല. വിഴിഞ്ഞം, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം അടക്കം എല്ലാം UDF സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ആകുമ്പോൾ പരാജയപ്പെട്ട ഒരു ജനവിരുദ്ധ കേരളയിലല്ലാതെ പിണറായിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ പോലുമില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ അടക്കമുള്ള എല്ലാ പദ്ധതികളും ഈ സർക്കാർ ഇല്ലാതാക്കി. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ പിടിപ്പുകെട്ട സർക്കാരുകളുടെ 1ാം സ്ഥാനത്താണ്. പതിറ്റാണ്ടുകളായി നാം സൃഷ്ടിച്ചെടുത്ത എല്ലാവരും പ്രശംസിക്കപ്പെട്ട വിവിധ മേഖലകളിലെ നേട്ടങ്ങൾ തകർക്കുന്ന തത്രപ്പാടിലാണ് സർക്കാർ. നമ്മുടെ നേട്ടങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണെന്ന് പറഞ്ഞ് സർക്കാർ കോടികൾ ദൂർത്തടിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് നമ്മെക്കുറിച്ചുള്ള ദയനീയമായ ചിത്രമാണ്. പിണറായി വിജയന്റെ 7.5 വർഷത്തെ ഭരണം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ മുടിഞ്ഞ നിലപാടിന്റെ സർവ്വലക്ഷണവുമൊത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ 10 വർഷം പൂർത്തിയാക്കിയാൽ ചരിത്രം ഓർക്കുക മുടിയനായ പുത്രന്റെ ഭരണകാലമായിട്ടായിരിക്കും. കേരളം പുനർനിർമ്മിക്കപ്പെടുകയല്ല, അപനിർമ്മിക്കപ്പെടുകയാണ്. കേരളം സമസ്ത മേഖലകളിലും പുറകോട്ടൊഴുകയാണ്.
നാം കൈവരിച്ച നേട്ടങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്നു. ഇതിന് മറുപടിക്കാൻ പണമറം കൊണ്ട് സത്യം മറക്കാൻ കഷ്ടപ്പെടുന്ന വിഡ്ഢിയായ മനുഷ്യനെ പോലെ പാഴ്ച ചെലവുകൾ കൊണ്ട് യാഥാർത്ഥ്യം മറക്കുവാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. അധികാരം ജനസേവനമാണ്. അത് അഹന്തയുടെയും ധിക്കാരത്തിന്റെയും പ്രകടന പാതയില്ല. നവകേരളത്തിന് സദസ്സ് ഒരുക്കുന്നവർ പണിതീർക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് പൊളിച്ചെടുക്കാനാണ്. സാധാരണക്കാരന്റെ നിത്യജീവിതം നരകതുല്യമാക്കി മാറ്റിയവർ ആഡംബരത്തിന്റെ പരദേശിയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഏമക്കമിടുമ്പോൾ അവർക്ക് എഴുന്നള്ളാൻ 1.5 കോടി രൂപ മുടക്കി പുതിയ ബസ് നിരത്തിലിറക്കിയിരിക്കുന്നു. കേരളത്തിലെ കേവലം 1675 മാത്രം വരുന്ന എൻഡോസൾഫാൻ രോഗികൾക്ക് നൽകാനുള്ള പ്രതിമാസ സഹായം 1500 രൂപ മുടക്കിയിട്ട് മാസം ഏർപ്പെട്ടിരിക്കുന്നു. രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ വിദ്യാർത്ഥികൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ 300 രൂപ മുതൽ 1000 രൂപ വരെയുള്ള സ്നേഹപൂർവ്വം പദ്ധതി ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കാനുള്ള കുടിശ്ശിക ഇന്ന് ശരാശരി 25,000 രൂപയാണ്. കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അവ തിരികെ ലഭിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ശസ്ത്രക്രിയാ പദ്ധതിയായ ശ്രുതിതരംഗം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. അത് ഉപകരണം ലഭിച്ചവർക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാത്ത തുക നൽകാതെ കുട്ടികൾക്ക് ലഭിച്ച കേൾവിയുടെയും സംസാരത്തിന്റെയും ലോകം പിണറായി സർക്കാർ കൊട്ടിയടച്ചിരിക്കുന്നു. പിണറായി സർക്കാർ അധികാരത്തിലെത്തി ഏർപ്പെടുത്തിയ ക്ഷേമ പെൻഷൻ പരിഷ്കരണത്തിലൂടെ പെൻഷൻ ആനുകൂല്യം നഷ്ടപ്പെട്ടവരുടെ എണ്ണം 7.5 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ, ചെത്തു തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം എല്ലാം കുടിശ്ശികയാണ്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ആശ്വാസ കിരണമെന്ന ധനസഹായ പദ്ധതിയിൽ 4 മാസമായി ആനുകൂല്യം നൽകാറില്ല. വിധവയുടെ പെൺമക്കൾക്ക് നൽകാനുള്ള 20,000 രൂപയുടെ വിവാഹ ധനസഹായത്തിന് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിലച്ചിരിക്കുന്നു. ലഭിച്ച അപേക്ഷകളിൽ ആനുകൂല്യം നൽകിയിട്ട് പോലുമില്ല. ഒരു വീടുന്നത് ഏത് മനുഷ്യന്റെയും സ്വപ്നമാണ്. അതിനുവേണ്ടി അവർ വായ്പ എടുക്കാറുണ്ട്. പക്ഷേ പിണറായി ഭരണത്തിന്റെ വീടിന്റെ പെർമിറ്റ് ലഭിക്കാൻ ഉള്ള ഫീസടക്കാൻ വായ്പ എടുക്കേണ്ടി വരുന്നത് ലജ്ജാകരമെന്നതാണ്. നേരത്തെ 1 മീറ്റർ സ്ക്വയറിന് 10 രൂപ അടച്ചാൽ മതിയായിരുന്നു. ഇന്ന് 200 രൂപ അടക്കണം. 2000% ഈ രംഗത്ത് വർധനവ് വരുത്തിയ ഈ സർക്കാർ ലോക ഭൂപടത്തിൽ പിണറായി സർക്കാരുടേത് മറ്റാരാണ്? ക്ഷേമ പെൻഷനുകൾ നൽകാൻ പെട്രോളിനും ഡീസലിനും 2 ലിറ്ററിന് 2 രൂപ സെസ്സപ്പെടുത്തിയ സർക്കാർ ഒരു ദിവസം കേരളത്തെ കൊള്ളയടിച്ച് നേടുന്നത് 2,26,00,000 രൂപയാണ്. പ്രതിവർഷം 849.76 കോടി രൂപയും. പിണറായിയുടേത് ഭരണമല്ല, മറിച്ച് കൊള്ളക്കാരാണ്. സാധാരണക്കാരന്റെ ചോറ്റുപാത്രത്തിലെ അവസാനത്തെ വറ്റം കൈയിട്ട് വരുന്ന പിണറായി സർക്കാർ കേരളത്തിന്റെ ദുരന്തമാണ്. സമീപ ഭാവിയിൽ നമ്മുടെ മറ്റൊരു ശ്രീലങ്കയാക്കാതിരിക്കുന്നുണ്ട്. ക്ഷാമം അകലെയല്ല, ക്ഷാമം അരിയിൽ തന്നെയാണ്. ഒരു ഭാഗത്ത് മുന്നെടുത്ത പണിയ പിണറായി നമ്മളെ കൊള്ളയടിക്കുമ്പോൾ മറുഭാഗത്ത് പൈജാമ ധരിച്ച മോദി നമ്മുടെ കഴുത്തിയിരിക്കുന്നു. 2014 400 രൂപയുണ്ടായിരുന്ന പാചകവാതകം 2023 ഈ വർഷം പിന്നിടുമ്പോൾ 1000 രൂപയിലെത്തിയിരിക്കുന്നു. 71 രൂപയുണ്ടായിരുന്ന 1 ലിറ്റർ പെട്രോൾ മോഡിക്കോ മാജിക്കിന്റെ ഭാഗമായി സെഞ്ചുറി കഴിഞ്ഞ് 110 രൂപയിൽ എത്തിയിരിക്കുന്നു. മോദി മുടിയനായ പുത്രനെ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റടിച്ച് അംബാനിയെയും അദാനിയെയും സമ്പന്നനാറാക്കുന്നു. മതമാണ് രാജ്യത്തിന്റെ അസ്തിത്വമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഓരോ ചുവടും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കുള്ള തീർത്ഥാടനമായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് കവി പാടിയത് അനർത്ഥമാക്കാനുള്ള എളിയ ശ്രമമായിരുന്നു. അയാൾക്കുള്ള മഴയും വെയിലും മഞ്ഞും